സബൈൻ ഡോക്ടറിൻ്റെയും ഒരുപാട് പേര് ചെയ്ത് പോസിറ്റീവായ കാര്യം നമ്മളുടെ ചാനലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ 2 ഡോക്ടറിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ കാണിച്ച് നോക്കുക. ഇതിലേതെങ്കിലും ഡോക്ടറെ കാണിച്ച് നോക്കുക കേട്ടോ. IVF ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ എഗ്ഗ് വളരുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഡോക്ടർ പറഞ്ഞു മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ, ഡോൺ ഡ്രഗ് വെച്ച് IVF ചെയ്യാൻ പറഞ്ഞു. ഏജ് 37. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഒന്ന് എൻ്റെ ഒരു അനുസരിച്ച് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണിക്കുക കേട്ടോ. ഒരു പ്രാവശ്യം കൂടി ഡോക്ടറിനോട് IVF-ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒന്നുകൂടെ ചെയ്യുവാണെങ്കിൽ ഡോണർ എഗ് വെച്ചിട്ട് IVF ചെയ്യാൻ പറഞ്ഞു. താല്പര്യം ഉണ്ടെങ്കിൽ ഡോണർ എഗ് വെച്ചിട്ട് IVF ചെയ്യുക. അല്ല താല്പര്യമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി IVF ചെയ്യാനുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുക അടുത്ത സൈക്കിളിൽ. അപ്പോൾ അതനുസരിച്ച് ഒന്നുകൂടെ നമുക്ക് നോക്കാമല്ലോ, സ്കാൻ ചെയ്യുമ്പോൾ എഗ് വളരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ചിലവർക്ക് ആദ്യത്തെ ഇതിനകത്ത് വളർന്നിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ നെക്സ്റ്റ് ഒരു സൈക്കിൾ ചെയ്യുമ്പം വളരാറുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഡോണറൊക്കെ വെച്ചിട്ട് ആ താല്പര്യം ഒന്നുണ്ടെങ്കിൽ ഡോണറൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ സബൈൻ ഡോക്ടറെയാണ് കണ്ടേ. ഓക്കെ, സബൈൻ ഡോക്ടറെയാണ് കണ്ടേ. ഓക്കെ, നല്ല ഡോക്ടറാണോ സബൈൻ സാറ്? നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് സബൈൻ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. വിവേക് ഡോക്ടറിനെയും കണ്ടിട്ടുണ്ട്, യാനയുടെ. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ 2 ഡോക്ടറുടെ പേര് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ ഇപ്പം ലൈവ് നിർത്തുകയാണേ. ഞാൻ ഇനിയും വൈകിട്ട് 4 മണിക്ക് ലൈവ് വരാം. അപ്പോൾ 4 മണിക്ക് ലൈവ് വരുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ഇനി വേറെ ഉള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പോസ്റ്റ് ഇടാം. പോസ്റ്റ് ചെക്ക് ചെയ്യണം എല്ലാവരും, ഇവിടെ ഉള്ള എല്ലാവരും പോസ്റ്റ് ചെക്ക് ചെയ്യണം എന്ന് മറക്കരുതേ. പോസ്റ്റ് ഇടാം കേട്ടോ. അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ നിർത്തിക്കോട്ടെ. ഈ ലൈവ് യൂസ്ഫുൾ ആയിരുന്നോ എല്ലാവർക്കും? ലൈവ് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് കമൻറ്റ് ഇട്ടേ. ലൈവ് യൂസ്ഫുൾ ആയിരുന്നോ അല്ലായിരുന്നോ? എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഉണ്ടോ? ഇനി ലൈവ് ചെയ്യുമ്പം എന്തെങ്കിലും ഞാൻ മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ? കാരണം ലൈവ് ചെയ്ത് എനിക്ക് ശീലമില്ല, പരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കുറേ പേര് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്നുണ്ടോ? യൂസ്ഫുൾ ആയോ? എൻ്റെ സൗണ്ടൊക്കെ ക്ലിയർ ആണോ? എനിക്ക് ചുമയും കാര്യങ്ങളൊക്കെ എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും ഇടർച്ച ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിച്ച് തരണേ എല്ലാവരും. യൂസ്ഫുൾ ആയിരുന്നോ ലൈവ് എന്നൊന്ന് പറയണേ. എല്ലാവരും ഒന്ന് ബായും പറയണേ. അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ലൈവ്. ഇനി ഞാൻ 4 മണിക്ക് ലൈവ് വരാം. ഓക്കെ, ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് ബായ് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നിർത്താമായിരുന്നു. ഇനിയും വല്ല ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? എളുപ്പം പറയേണ്ട വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ എളുപ്പം പറയാം. എന്നിട്ട് ഞാൻ നിർത്തുക. യൂസ്ഫുൾ ആയിരുന്നു, താങ്ക് യു. ഓക്കേടാ, താങ്ക് യു. ഈ ലൈവ് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. എൻ്റെ വക താങ്ക് യു. കാരണം നമ്മൾ ഡൗട്ട് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മളുടെ ഒരു ഡൗട്ട് നമുക്ക് മാത്രമല്ല ആ ഡൗട്ട് കൊണ്ട് ക്ലിയർ ആവുന്നത്. അതൊരു പ്രത്യേക ഒരു നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു പുണ്യമാണ്. കാരണം നമ്മളുടെ ഡൗട്ട് കൊണ്ട് നമ്മളിട്ട് ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മളുടെ ഡൗട്ട് കൊണ്ട് ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുക, നമ്മൾക്ക് മാത്രമല്ല യൂസ്ഫുൾ ആവുന്നത്. അപ്പം നമ്മളതൊരു ചോദിക്കുന്നതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുക. അപ്പം ഈ ഡൗട്ട് ചോദിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, ഈ ലൈവ് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒക്കെ എൻ്റെ വകയും താങ്ക് യു കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, പോസിറ്റീവായിട്ടിരിക്കണം, പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കണം കേട്ടോ. ഇനി ഞാൻ വൈകിട്ട് 4 മണിക്ക് ലൈവ് വരാവേ. ബായ്. എല്ലാവരും ബായ് പറഞ്ഞേ. അപ്പം ഞാൻ പൊക്കോട്ടെ. സൗമ്യന ബായ് പറഞ്ഞു. ബായ്.
അപ്പൊ ശരി, ഓക്കെ.